സംസ്ഥാനത്തെ കലാകാരന്മാരുടെ കൂട്ടായ്മയായ അതിജീവനം കലാകാര ചാരിറ്റബിൾ ട്രസ്റ്റ് മലപ്പുറം ജില്ലയിൽ പ്രവർത്തനം വിപുലീകരിക്കുവാൻ തീരുമാനിച്ചു. കുറ്റിപ്പുറം നിളയോരം പാർക്കിൽ ചേർന്ന ജില്ലാ ജനറൽ ബോഡി യോഗത്തിലാണ് തീരുമാനം. യോഗം കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നസീറ പാറത്തൊടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ കലാകാരന്മാരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് അവരുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും കലാകാരന്മാരുടെ വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പോരാടുന്നതിനുമാണ് അതിജീവനം കലാകാര ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തിക്കുന്നത്. വിവിധ ജില്ലകളിൽ സജീവമായി പ്രവർത്തനം നടത്തുന്ന അതിജീവനം മലപ്പുറം ജില്ലയിലും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ച് പ്രവർത്തനം വിപുലീകരിക്കാൻ തീരുമാനിച്ചു. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ മേഖലാതല കമ്മിറ്റികൾ രൂപവൽക്കരിക്കുവാനും യോഗത്തിൽ തീരുമാനമായി. നിളയോരം പാർക്കിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് ഹസീന അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി അഴകേശൻ തുരുത്തി സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പുതിയ ഭാരവാഹികളായി നസീറ പറത്തോടി രക്ഷാധികാരി, ഹസീന പ്രസിഡന്റ്, അഷ്റഫ് മക്കരപ്പറമ്പ് വൈസ് പ്രസിഡന്റ്, സുബ്രു സെക്രട്ടറി, മണികണ്ഠൻ ജോയിന്റ് സെക്രട്ടറി, ജംഷീര ട്രഷറർ എന്നിവരുടെ നേതൃത്വത്തിൽ പുതിയ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. അപ്പോൾ അങ്ങനെയുള്ള കല എന്ന് പറയുന്നത് നമ്മളെ ഒരു പഠിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഒരുപോലെ പഠിക്കാൻ കഴിയുന്നതല്ല. എന്നാൽ കലയോട് താല്പര്യമുള്ള ആളുകളും ഉണ്ടാവും. ആ പഠിക്കുന്ന സമയത്ത് തന്നെ നമുക്കറിയാം ടീച്ചേഴ്സ് എന്തു പറഞ്ഞാലും മണ്ടേ കയറാത്തൊരവസ്ഥ. എന്നാൽ ഒത്തിരി പാടാൻ കഴിവുള്ള കുട്ടികളുണ്ടാകും. അങ്ങനെ അത് അവർ വളർത്തിയെടുത്തുകൊണ്ട് തന്നെയാണ് ഈ കല എന്ന് പറയുന്നത് തന്നെയാണ്. ചിത്രം വരയ്ക്കുക. എൻ്റെ ഹസ്ബൻഡൊക്കെ നന്നായിട്ട് ചിത്രം വരയ്ക്കും, നന്നായിട്ട് വരയ്ക്കും. എന്നെ തന്നെ ഞാൻ അങ്ങനെ നിന്നെടുത്താൽ മതി വരച്ചെടുത്തോളാം. പുകഴ്ത്തി പറയല്ല, നന്നായിട്ട് ചെയ്യും. അപ്പം അങ്ങനെയൊക്കെ അത്തരം കാര്യങ്ങളിലൊക്കെ എനിക്കിഷ്ടമാണ്. ഈ കലയിൽ ഏർപ്പെടുന്നവരോട് ഒരു ബഹുമാനം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ബാങ്ക് കൊടുക്കുന്നത്. എടുത്ത് പറയാൻ കാരണം അതിൽ താങ്കൾ പറഞ്ഞ പോലെ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളത്. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. Real fruit power, real juices from Dabur.